ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ ഒരു രാത്രിയിലത്തെ പരിപാടിയാണ് കേട്ടോ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നേ ഉള്ളൂ. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ ഉള്ളൂ. അതാണ് ഇന്നത്തെ പ്രത്യേകത. വീട്ടിൽ ഞാൻ തനിച്ചാണ്. നമ്മൾ സാധാരണ ഡാഡി മമ്മി വീട്ടിലില്ല എന്നൊക്കെ പറയണ പോലെ ഇന്ന് അച്ഛനും അമ്മയും ഇവിടെ ഇല്ല, ഞാൻ തന്നെ ഉള്ളൂ. അപ്പോൾ തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഡിന്നർ ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ ഡിന്നർ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഡിന്നറാണ്. പക്ഷേങ്കിൽ നിങ്ങളൊന്ന് കാണണം കേട്ടോ. ഇന്നത്തെ നമ്മുടെ രാത്രിയിലത്തെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണണം. ഞാൻ നിങ്ങളെ അതൊന്ന് കാണിക്കാനായിട്ടാണ് വന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലാം ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് കാണാവേ. ഇന്ന് നമ്മൾ രാത്രിയിൽ ചോറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ സാധാരണ ചോറ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ പുറവിലേക്ക് നമുക്കറിയാം അരിക്ക് 55, 50 അത്രയൊക്കെ റേഞ്ചിലാണ് ഇപ്പോഴത്തെ നമ്മുടെ അരി വരുന്നത്. പക്ഷേ നമ്മൾ റേഷൻ കടയിൽ നിന്നാണ് അരി മിക്കവാറും വാങ്ങിക്കാറ്. റേഷൻ കടയിൽ നിന്ന് കുത്തരി കിട്ടും, അതാണ് വാങ്ങിക്കാറ്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ മാവേലി സ്റ്റോറിൽ നിന്ന് നമ്മൾ വാങ്ങിക്കും. അപ്പോൾ എന്താണ് ഈ പ്രാവശ്യത്തെ റേഷൻ കടയിലെ അരി അത്ര നല്ലതല്ലാത്തതുകൊണ്ട് മാവേലി സ്റ്റോറിലെ അരിയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് സാധനങ്ങൾ കിട്ടും. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കറി എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ സാമ്പാർ പരിപ്പിൻ്റെ പരിപ്പ് കറി അല്ല ഇത്, മറിച്ച് നമ്മൾ പായസം വെക്കുന്ന പരിപ്പില്ലേ, എണ്ണപ്പയറിൻ്റെ പരിപ്പ്, ആ പരിപ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പരിപ്പ് കറിയാണ്. അമ്മ സാധാരണ ഈ പയർ എണ്ണപ്പയർ വാങ്ങിച്ച് കുത്തി പരിപ്പ് കറി തേങ്ങയൊക്കെ അരച്ച് വെക്കാറുണ്ട്. ഇതങ്ങനെയല്ല. ഇത് സിമ്പിളായിട്ട് നമ്മൾ പരിപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകമൊക്കെ കൂടിയിട്ട് വേവിച്ചിട്ട് ജസ്റ്റ് കടുക് പൊട്ടിച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ആ ഒരു സിമ്പിളായിട്ടുള്ള പരിപ്പ് കറിയാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് നമുക്ക് ഈ പരിപ്പൊന്ന് കുക്കാവുന്ന സമയം മാത്രമേ ഉള്ളൂ. ബാച്ചിലേഴ്സൊക്കെ ആയിട്ടാണെങ്കിൽ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നൊരു പരിപ്പ് കറിയാണ്. ഒപ്പം 2-3 ചുമന്നുള്ളി കൂടെ വേവിക്കാൻ നേരത്തെ ഇതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പാത്രത്തിൽ കാണുന്നത് നമ്മുടെ മീൻകറിയാണ് കേട്ടോ. മീനില്ലാത്ത മീൻകറി. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെയാണ് സിലോപ്പി മീൻ കറി വെച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അതിന്. അപ്പോൾ അതിൻ്റെ ചാറ്, അതാണ് ഈ പുളിയെല്ലാം ബാക്കി കിടക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻകറി തീർന്നപ്പോഴത്തേക്ക് പുളികളെല്ലാം ബാക്കി വന്നാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചാറ് ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ഉണ്ട്. ഈ പരിപ്പ് കറിയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നല്ലൊരു സെറ്റ് കോമ്പിനേഷനാണ് ഈ കാണുന്നത്. ഇതും കഴിഞ്ഞ ദിവസത്തെ കറി ഞാൻ കുറച്ചെടുത്ത് ബാക്കി വെച്ചാണ്. പാവയ്ക്ക മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ പരിപ്പും പാവയ്ക്കയും ഒക്കെ കൂടെ മീൻചാറും ഒക്കെ കൂടി നമുക്ക് ബെസ്റ്റ്. ചില കറികൾ നമുക്ക് നല്ല കോമ്പിനേഷൻ കിട്ടും. ഞാൻ നോണായിട്ട് ഇന്ന് ഞാൻ ഇച്ചിരി മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂമീൻ എന്നാണ് ഈ മീനിൻ്റെ പേര് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിയത്. തൊലി പൊളിച്ച് കളയേണ്ട മീനായിരുന്നു. ഇത് ഇച്ചിരി ബ്ലാക്ക് പോലത്തെ കളറാണ്. അപ്പോൾ അത് ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണമെങ്കിൽ അമ്മ നമ്മുടെ ഇടിച്ചമ്മന്തി ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ടിന്നിൽ. അതുകൊണ്ട് വേണമെങ്കിൽ അതും എടുക്കാം. അപ്പോൾ ബാക്കി പൂമീൻ്റെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വാങ്ങിച്ചപ്പോൾ ഞാൻ കഴിക്കാത്ത മീനായതുകൊണ്ട് എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇത് നല്ലതാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് വറുത്തത്. ചില മീനൊക്കെ നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ റംബൂട്ടാൻ കുറച്ച് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ എല്ലാം തീർന്നു. നമുക്ക് ഈ പ്രാവശ്യം ചാക്ക് കണക്കിന് റംബൂട്ടാൻ കിട്ടി. ലാസ്റ്റത്തെ റംബൂട്ടാനാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിത് ചോറുണ്ണാനായിട്ട് പോവുകയാണ്. നമ്മളുടെ കറികളെല്ലാം ഉണ്ട്. അതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടെ കാണിക്കാം. നമുക്ക് കഞ്ഞിവെള്ളമാണ് കേട്ടോ കുടിക്കാനുള്ളത്. പിന്നെ വേറൊരു വെള്ളവും കൂടെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഈ ചുമന്ന കളറിലിരിക്കുന്ന വെള്ളമില്ല, ഈ ബ്രൗൺ കളറിലിരിക്കുന്നത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുളസി വെള്ളമാണ് കേട്ടോ. ഇവിടെ കുറേ തുളസി ഉണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം തിളപ്പിക്കും, തുളസി ഇട്ട് തിളപ്പിക്കും കേട്ടോ. അപ്പോൾ തുളസി വെള്ളമാണ് ഇത് കുടിക്കുന്നത്. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന കൊച്ചു കൊച്ചു കറികളുടെയും ഒക്കെ നമ്മുടെ നാടൻ സാധനങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോസിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നന്നായി വലിയൊരു സപ്പോർട്ടുണ്ടല്ലോ. ആ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. ഒപ്പം വീണ്ടും നമ്മളുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണണം, ഒന്ന് ഹൈപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് ഇടയ്ക്ക് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നില്ലെങ്കിൽ ദീപനാളം എന്നൊന്ന് അടിച്ചു നോക്കിയിട്ട് ഞങ്ങളുടെ വീഡിയോസ് ഏതൊക്കെയാണ് നമ്മൾ ഇടുന്നതെന്ന് ജസ്റ്റ് നോക്കണം. കാരണം ചിലരൊക്കെ നമ്മളോട് നല്ല പരിചയമുള്ള ആൾക്കാർ ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, വീഡിയോ ഒന്നും കാണുന്നില്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ആ സെർച്ച് ബാറിൻ്റെ അകത്ത് ദീപനാളം അടിച്ചു കൊടുക്കുന്നതുകൊണ്ട് ചാനൽ പേജ് വരും. അപ്പം അതിൽ കയറിയിട്ട് ലേറ്റസ്റ്റ് വീഡിയോസൊക്കെ ഇടയ്ക്കൊന്ന് നോക്കണം. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. മീൻ കുഴപ്പമില്ല കേട്ടോ, പൂമീൻ നല്ലതാണ്. എപ്പോഴും നിങ്ങൾ കണ്ടാലും വാങ്ങിക്കുക, വറക്കാനായിട്ട് ബെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വീണ്ടും നമുക്ക് നാളെ അടുത്ത ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുകയാണ്.